നമസ്കാരം. വിയൽ വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപിലാൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പടിഞ്ഞാറ് മുഖമായിട്ടുള്ള 56 കോലട്ടങ്കുലം ചുറ്റുവരുന്ന ഒരു പ്ലാനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അത് 2 നിലകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് താഴത്തെ ചുറ്റളവ് വരുന്നത് 56 കോലട്ടങ്കുലമാണ്. അതിന്റെ ദീർഘം വരുന്നത് 15 കോൽ 15 അങ്കുലവും വിസ്താരം വരുന്നത് 12 കോൽ 13 അങ്കുലമാണ്. അപ്പൊ 15 കോൽ 15 അങ്കുലത്തെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 11 മീറ്റർ 55 സെന്റിമീറ്റർ. 12 കോൽ 13 അങ്കുലത്തെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 9 കോൽ 27 അങ്കുലമാണ്. തികച്ചും വാസ്തുവിദ്യ അനുസരിച്ച് ചുറ്റളവോട് കൂടിയ ഒരു ഗണിതക്രിയയാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് വാസ്തുവിദ്യ അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കുക എന്നാൽ അത് ജനങ്ങൾക്കുണ്ടാകുന്ന പൊതുവെ ഒരു സംശയമാണ്. വാസ്തുവിദ്യ അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് പഞ്ചയോനിയിലെ ഗണിതക്രിയയാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്യുന്നത്. വാസ്തു ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ദിശയ്ക്ക് ആനുപാതികമായി യോനി നിശ്ചയിച്ച്, ഇപ്പോൾ പഞ്ചയോനിയിലെ ഗണിതക്രിയയാണ്, പടിഞ്ഞാറ് മുഖമായാണ്. ദിശയ്ക്ക് ആനുപാതികമായ യോനി നിശ്ചയിച്ച് യോഗ്യമായ ദീർഘവിസ്താരം ഉത്തരത്താലോ ഭിത്തിയാലോ ജീവൽ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ഈ ആരൂഢത്തിൽ ജീവനുണ്ടാകും. ആരൂഢത്തിൽ ജീവനുണ്ടാകുമ്പോൾ ആ ആരൂഢങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കും. പോസിറ്റീവ് എനർജി ആയിരിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെതായ പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. പ്രതിരോധ ശേഷി കൂടുമ്പോൾ അവർക്ക് ഒരു വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടും. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു വീറ്റ പവർ ഉണ്ടാവുകയും അതോടുകൂടി അവരുടെ രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടി അവർ അവരുടേതായ മേഖലയിൽ തൊഴിലെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ആരൂഢത്തിന്റെ പ്രത്യേകത. ദിശയ്ക്ക് ആനുപാതികമായ യോനി നിശ്ചയിച്ച് അത് യോഗ്യമായ ദീർഘവിസ്താരം സങ്കല്പിച്ച് അത് ഭിത്തിയാലോ ഉത്തരത്താലോ ജീവൽ പ്രതിഷ്ഠ ചെയ്യുമ്പോഴാണ് വാസ്തുവിദ്യ അനുസരിച്ചുള്ള ഒരു ആരൂഢം ഉടലെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പടിഞ്ഞാറ് മുഖമായിട്ടാണ്. ഇതിൽ ബ്രഹ്മസൂത്ര ഭേദം വരാൻ പാടില്ല, യമസൂത്ര ഭേദം വരാൻ പാടില്ല. കോൺരാശികളും ശുദ്ധമായിരിക്കണം. അപ്പൊ കോൺരാശികൾ ശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ അശുദ്ധിയാവാൻ പാടില്ല. ബാത്റൂമുകളാലോ മറ്റ് വിഷയങ്ങളാലോ അശുദ്ധിയാവാൻ പാടില്ല. അപ്പൊ ഇത് പ്ലാൻ തയ്യാറാക്കി ഏത് തരത്തിലുള്ള പ്ലാൻ തയ്യാറാക്കിയാലും ഇത് ഭിത്തിയുടെ പുറത്താണ് നമ്മൾ ഇത്ര അങ്കുലം, അതായത് സെന്റിമീറ്ററിലേക്ക് മാറുമ്പോൾ 1155 × 927 എന്നുള്ള സെന്റിമീറ്ററിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഭിത്തിപ്പുറം ക്രമീകരിച്ചാണ്. ഒരു കാരണവശാലും 1 സെന്റിമീറ്റർ കൂടുകയോ കുറയുകയോ ചെയ്താൽ ഇത്രയും ഒരു നല്ല കണക്ക് നമുക്ക് ദുർവിനിയോഗം ചെയ്യുന്നത് പോലെ ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ പ്ലാൻ ശ്രദ്ധിക്കാം. അപ്പൊ പ്ലാനിലേക്ക് പോകുമ്പോൾ പ്ലാൻ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈശാന ഖണ്ഡത്തിലാണ് നമ്മൾ അടുക്കള ക്രമീകരിച്ചിരിക്കുന്നത്. വർക്കേരിയും അടുക്കളയുമായിട്ട് വരുന്നത് ഈശാന ഖണ്ഡത്തിലാണ്. അപ്പൊ എപ്പോഴും ഈശാന ഖണ്ഡത്തിലാണ് ഉത്തമമായിട്ട് അടുക്കളയുടെ സ്ഥാനം വരുന്നത്. പർജന്യ പചനാലയം ധൂമ സഞ്ചയം ഈശാന്യം, അങ്ങനെയാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അഗ്നിപഥം എന്ന് പറഞ്ഞാൽ അഗ്നിപഥം അടുക്കളയ്ക്കുള്ള സ്ഥാനമല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ചെറിയ വസ്തുവിൽ നമ്മൾ സ്ഥാന നിർണയം ചെയ്താൽ പോലും വലിയ വസ്തുവിലായാലും ചെറിയ വസ്തുവിലായാലും സ്ഥാന നിർണയം ചെയ്യുമ്പോൾ വസ്തുവിന്റെ ഈശാനകോൺ, അഗ്നികോൺ, വായുകോൺ, നിർണീകോൺ ഈ 4 ഖണ്ഡങ്ങളിൽ അഗ്നിപഥം കുറച്ച് സ്ഥലം ഇട്ടിരിക്കും. ഇത് പാടഹാരിക്ക് വേണ്ടി, പാടഹാരി എന്ന ശവദാഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അഗ്നിപഥം. അതല്ലാതെ അഗ്നി എന്ന് കേൾക്കുമ്പോൾ അവിടെ അടുക്കള ചെയ്യാനുള്ള സ്ഥാനമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈശാന ഖണ്ഡത്തിലാണ് അടുക്കള ഉത്തമമായിട്ടും ചില സാഹചര്യങ്ങളിൽ മധ്യമായിട്ട് ധനുരാശിയിൽ, അതായത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തും അടുക്കള ചെയ്യുക. അത് മധ്യമായിട്ടാണ് വടക്ക് പടിഞ്ഞാറേ രാശിയിൽ അടുക്കള ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉത്തമമായിട്ട് അടുക്കള ചെയ്തിരിക്കുന്നത് ഈശാന ഖണ്ഡത്തിലാണ്. കന്നിപഥത്തിലാണ് പ്രധാന കിടക്കുമുറി, മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കന്നിപഥത്തിലാണ്. തെക്കേ രാശിയിലാണ് 2ാമത്തെ കിടക്കുമുറി കിടക്കുന്നത്. ഈ 2 കിടക്കുമുറികളും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കന്നിപഥത്തില് അടുക്കളയാണ്, കിടക്കമുറിയുണ്ട്. വടക്ക് കിഴക്കേ രാശിയിൽ അടുക്കളയുണ്ട്. ഈ 2 കിടക്കമുറികളും അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ഡ്രോയിങ് റൂം ഉണ്ട്. ഡ്രോയിങ് റൂം കഴിഞ്ഞാൽ ഡൈനിങ്ങിന്റെ പോർഷൻ ഉണ്ട്. അപ്പൊ ഡൈനിങ്ങും ഡ്രോയിങ്ങും സെപ്പറേറ്റ് ആണ്. ആ ഡൈനിങ്ങിന്റെ ഒരു പോർഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മെഷർമെന്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സിറ്റ് ഔട്ടിന്റെ നീളം
493 ഇൻറ്റു 150. ഡ്രോയിങ് റൂമിൻ്റെത് 439 ഇൻറ്റു 277 ഡ്രോയിങ് റൂം വന്നിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ പോർഷന്റെ ടോട്ടൽ എടുത്ത് വരികയാണെങ്കിൽ സ്റ്റെയർ ഉൾപ്പെടെ വരികയാണെങ്കിൽ 708 ഇൻറ്റു 283 ഡൈനിങ്ങിന്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കിച്ചണിൽ വർക്ക് ഏരിയ അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വർക്കത്തിലും വിറകൊക്കെ ഇട്ടിരിക്കാനുള്ള സൗകര്യത്തോടു കൂടി. അതിന്റെ നീളം വരുന്നത് വീതി 170 ഇൻറ്റു 330 അതിന്റെ നീളവും വീതിയും വരുന്നത്. പ്രധാന അടുക്കളയായിട്ട് വരുമ്പോൾ അത് ലക്ഷറി ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അത് 300 ഇൻറ്റു 330 അതിന്റെ സൈസ് വരുന്നത്. അപ്പൊ മാസ്റ്റർ ബെഡ്റൂം, അത് കന്യാഭാഗത്തിലെ ബെഡ്റൂമിന്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 365 ഇൻറ്റു 310 അത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 150 ഇൻറ്റു 140 ഒരു ടോയ്ലറ്റ് അതിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കിടക്കുമുറി നോക്കുകയാണെങ്കിൽ 365 ഇൻറ്റു 330 രണ്ടാമത്തെ കിടക്കുമുറിയും വരുന്നത്. അതെല്ലാം ആവശ്യത്തിൽ കൂടുതൽ സൗകര്യമുള്ള കിടക്കുമുറികളാണ്. അത് അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിന്റെ അളവ് 150 ഇൻറ്റു 159 ഇങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ടോട്ടൽ ഏരിയ വരുമ്പോൾ 1150 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ടോട്ടൽ ഏരിയ വരുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 56 കോലട്ടങ്കുളം ചുറ്റിന്റെ കിടന്നക്രിയാണ്. പടിഞ്ഞാറ് മുഖമായിട്ടാണ്. 2 കിടക്കമുറി താഴെയും അതിന്റെ അടുക്കളയുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, ഡൈനിങ് ഡ്രോയിങ് സെപ്പറേറ്റ് ആണ്, സിറ്റ് ഔട്ട് ഉണ്ട്. ഇങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് സ്റ്റെയർ കയറുമ്പോൾ ഒരു ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 708 ഇൻറ്റു 283 ഹാളിൽ നിന്ന് ഒരു ലിവിംഗ് റൂം ഉണ്ട്. ഇപ്പോ ലേഡീസ് ലിവിംഗ് ആയാലും ജെന്റ്സ് ലിവിംഗ് ആയാലും അല്ല, കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് കമ്പ്യൂട്ടർ സൗകര്യത്തോടെ ഇരുന്ന് പഠിക്കുന്നതിനുള്ള ഒരു ലിവിംഗ് കൊടുത്തിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിവിംഗ് ചെയ്തിരിക്കുന്ന ലിവിംഗ് ആയിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ അതൊരു കിടക്കമുറിയായിട്ട് ഉപയോഗിക്കാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു കിടക്കമുറിയുണ്ട്. കന്യാവധത്തില് മാസ്റ്റർ ബെഡ്റൂമിന്റെ ആ ഏരിയയുടെ തന്നെ മുകളിലായിട്ട് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഏരിയയിൽ തന്നെ ആയിട്ടാണ് ഒരു കിടക്കമുറി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട്. താഴത്തെ അറ്റാച്ച്ഡ് ടോപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റ് ആഡ് ചെയ്യാനുള്ള കാരണം, പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ മറ്റുള്ള കിടക്കമുറിയിൽ നിന്ന് ഉപയോഗിക്കാതെ കോമൺ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഫസ്റ്റ് ഫ്ലോറിന്റെ ടോട്ടൽ ഏരിയ വരുന്നത് 799 സ്ക്വയർ ഫീറ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് 1150 സ്ക്വയർ ഫീറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോർ വരുന്നത് 799 സ്ക്വയർ ഫീറ്റ് ആണ്. ഗ്രൗണ്ടും ഫസ്റ്റ് ഫ്ലോറും കൂടി വരുന്നത്. ടോട്ടൽ ഏരിയ വരുന്നത് 1949 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.